അപ്പോൾ ഉണ്ടല്ലോ രണ്ട് മെത്തേഡ് പറഞ്ഞു അന്ന് നമ്മൾ ആ രണ്ട് മെത്തേഡിനകത്തും ഓരോ സെപ്പറേറ്റ് കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ആഹ് ഇപ്പൊ ന്യൂ എടുത്തു, ഞാൻ അസംബ്ലി മോഡലിംഗ് ആണ് എടുക്കുന്നത് കേട്ടോ. അസംബ്ലിക്കകത്ത് നമ്മൾ കുറെ ടോപ്പ് ഡൗൺ മെത്തേഡിനകത്താണെങ്കിൽ നമ്മൾ കറക്റ്റ് എവിടെയാണോ സാധനം അവിടെ വെച്ച് നമ്മൾ വരയ്ക്കും അല്ലേ? ഞാനിപ്പോൾ ഒരു ഡ്രോയിങ് എടുക്കാം, എന്നിട്ട് അത് ഞാൻ ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ വരച്ച് കാണിക്കാം. ഒരു സിമ്പിൾ ഒരു ഡ്രോയിങ് എടുക്കാവേ. ഇതിപ്പോ ഒരു പ്ലംബർ ബ്ലോക്കിന്റെ ഫ്ലാഷ്ഡ് കപ്ലിങ്ങിന്റെ ഒരു ഡ്രോയിങ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യില്. നോക്കട്ടെ. ആ, ഇത് കണ്ടോ? ഇതൊരു പ്രൊട്ടക്റ്റീവ് ടൈപ്പ് ഫ്ലാഷ്ഡ് കപ്ലിംഗ് ആണ്. ഓക്കെ. അപ്പൊ ആ ഒരു കപ്ലിങ്ങിന്റെ 4 പാർട്ടേ ഉള്ളൂ ഇതിനകത്ത്. ഇത് ഫ്ലാഞ്ച്, മെയില്, ഫീമെയില്, നട്ട്, ബോൾട്ട്, കീവേ. അപ്പോൾ ഈ സാധനം നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് യൂസ് ചെയ്ത് വരയ്ക്കാൻ പോവാ. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ അല്ലേ? ആ, ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് വെച്ചാൽ നമ്മൾ അസംബ്ലി ഇന്റർഫേസിനകത്ത് തന്നെ നമ്മൾ കമ്പോണന്റ് വരച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് സംഭവം. ഓക്കെ. ആ, അപ്പോൾ അത് വരയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇവിടെ ന്യൂ പോയി നമ്മൾ അസംബ്ലി എടുത്തു. അസംബ്ലി എടുത്ത് കഴിയാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടി. അവിടെ ഡയറക്റ്റ് ഒരു സ്ക്രീൻ വരും, അതിനെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം. കാരണം എന്താ? അത് പാർട്സ് ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. അതായത് നമ്മുടെ മറ്റേ മെത്തേഡ്. ഓക്കെ. ആ, ബോട്ടം അപ്പ്, ബോട്ടം അപ്പ്. നമ്മളിപ്പോൾ ചെയ്യുന്ന ടോപ്പ് ഡൗൺ. ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് പാർട്ട് ഞാൻ ഇപ്പൊ നോക്കി, ഒരു ഫ്ലാഞ്ച് 1 ഉണ്ട്, ഫ്ലാഞ്ച് 2 ഉണ്ട്, അതിന്റെ അകത്തൂടെ പോകുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട്, പിന്നെ അതിനൊരു നെറ്റ് ബോൾട്ട് ഉണ്ട്, ഒരു കീ, 2 കീ ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ഫ്ലാഞ്ച് 1 വരയ്ക്കുക, എന്നിട്ട് ഫ്ലാഞ്ച് 2 വരയ്ക്കാം. ഓക്കെ. ഫ്ലാഞ്ച് 1 വരയ്ക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഇൻസേർട്ടിനകത്ത് പോവുക, ന്യൂ പാർട്ട് കൊടുക്കുക. ന്യൂ പാർട്ട് കൊടുക്കുക നേരത്തെ ഇത് നമ്മൾ വരച്ച് കാണിച്ചിട്ടില്ലല്ലോ അല്ലേ? ന്യൂ പാർട്ട് കൊടുക്കാൻ നേരത്തെ ഇവിടെ പാർട്ട് 1 വന്നു, എന്നിട്ട് ഇവിടെ ഫ്രണ്ട്, ടോപ്പ്, റൈറ്റ് പ്ലെയിൻസ് ഉണ്ട്. എനിക്ക് ഫ്രണ്ട് പ്ലെയിനാ വേണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട് പ്ലെയിനിൽ ക്ലിക്ക് ചെയ്തു. ഫ്രണ്ട് പ്ലെയിനിൽ ക്ലിക്ക് ചെയ്തപ്പം പാർട്ട് 1 നോക്കി, അതൊരു ബ്ലൂ കളറായി. അതിനർത്ഥം അത് എഡിറ്റിംഗ് മോഡിലേക്ക് കയറി എന്നാണ് അർത്ഥം. ഓക്കെ. പിന്നെ നമുക്കിവിടെ ഇന്റർഫേസ് മാറി. ഇപ്പൊ അത് നമ്മുടെ ഒരു പാർട്ട് മോഡലിംഗിന്റെ ഇന്റർഫേസിലേക്ക് വന്നു. അവിടെ ഇത് വേണമെങ്കിൽ ഇതിനെ ഒന്ന് റീനെയിം ചെയ്ത് വെക്കാം. റീനെയിം ചെയ്ത് ഒരു ഫ്ലാഞ്ച് 1 എന്ന് വേണേൽ റീനെയിം ചെയ്ത് വെക്കാം. ഓക്കെ. എന്നിട്ട് ഇവിടെ നോർമൽ ടു നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു നോർമൽ ടു, നമ്മൾ സാധാരണ നോർമൽ ടു തന്നെ, അതൊക്കെ അല്ലെങ്കിൽ കൺട്രോൾ 8 കൊടുത്താലും മതി. ഓക്കെ. സെൻട്രൽ ലൈൻ വരയ്ക്കും. ഈ വരയ്ക്കുന്നതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം ഇത് നമ്മൾ സെയിം നമ്മൾ ചെയ്ത സാധനം തന്നെയാണ്. അപ്പൊ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് അറിയാം ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇത് ഈ ഒരു പാർട്ട് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ നടുക്കൊരു ഹോൾ ഉണ്ട് നോക്കി. ഇവിടെ ഒരു 50 ഡയ, 75 ഡയ, ഒരു 55 ഉണ്ട്, പക്ഷെ അത് ഡയ അല്ല. ഒരു 100 ഡയ, ഒരു 200 ഡയ, ഒരു 216 ഡയ. അപ്പം ഡയ ഉള്ള പോർഷൻസ് നമുക്ക് വരയ്ക്കാം ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ഡയ ഇല്ലാത്ത പോർഷൻസ് എന്താന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ പോയി ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പാ വരുന്നത് അല്ലേ? എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നു. അല്ല, അത് നമുക്ക് ആക്കാം. ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് തോന്നുന്നത് വരുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ. ഇത് വേർട്ടിക്കൽ ആക്കണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് റിലേഷൻസിനകത്ത് വേർട്ടിക്കൽ കൊടുത്ത്. ഓക്കെ. ഇനി ഡയമെൻഷൻസിനകത്ത് പോയി ഇവിടം തൊട്ട് ഇവിടം വരെ ഡബിൾ എടുക്കുക. 50 കൊടുത്തു. ഓക്കെ.
ഇനി ഈ ഒരു തിക്നെസ് എത്രയാ? 5 ഇവിടെ പറയുന്നുണ്ട്. 5. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാല് ദേ ഇത് 75. ഇവിടം തൊട്ട് ഇവിടം വരെ 75. ഓക്കെ. ഇനി ടോപ്പ് വരെ 200, അത് കഴിഞ്ഞ് 216. ഇവിടം തൊട്ട് ഇവിടം വരെ, സോറി ഇവിടം വരെ അല്ല, ഇവിടം തൊട്ട് ഇവിടം വരെ 216. ഓക്കെ. ഇവിടം തൊട്ട് ഇവിടം വരെ 200. പിന്നെ ഈ ഡിസ്റ്റൻസ് ഒപ്പം വരയ്ക്കണമെന്നല്ലോ അല്ലേ? 40. വേണ്ട വേണ്ട, വരയ്ക്കണ്ട. ഞാൻ ഇതിന്റെ ഞാൻ റെക്കോർഡിംഗ് ഉണ്ട്. ഇതിന്റെ ഞാൻ ക്ലാസ് കഴിയുമ്പം ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഇത് 46. പിന്നെ ഇവിടെ 21. ഇവിടെ തൊട്ട് ഇവിടം വരെ 100. ഇവിടെ തൊട്ട് ഇവിടം വരെ 100. പിന്നെ ഇത്ര സാധനം 80. ഇത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ 80. ഇവിടെ ഫുൾ അല്ലല്ലോ, ഇത് 5 കുറച്ചിട്ടുള്ള പോർഷനാണ് 80. ഇവിടം തൊട്ട് ഇവിടം വരെ 80. അത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഔട്ടർ സ്കെച്ച് കഴിഞ്ഞു. ഞാൻ ഇതിനെ റിവോൾവ് ചെയ്യുക. ഫീച്ചേഴ്സിനകത്ത് പോവുക, റിവോൾവ് എടുക്കുക, ആക്സിസ് ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക, 360 ഡിഗ്രി റിവോൾവ് ചെയ്തു. ഓക്കെ. ഇനി നമുക്കിത് ഇവിടെ PCD 150 4 ഹോൾസ് ഉണ്ട്, ഡയ 16 ഈ പ്ലെയിൻ സെലക്ട് ചെയ്തു, സ്കെച്ച്, എന്നിട്ട് അവിടെ ഒരു സർക്കിള്, അതിന് ഡോട്ടഡ് ലൈൻ ആക്കുക. കാരണം PCD അല്ലേ, PCD റെഫറൻസ് ആണ്. ആ ഹോള് വരേണ്ട റെഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് എത്രയായിരുന്നു പറഞ്ഞേ? 150. അത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതൊരു ഡോട്ടഡ് ലൈൻ ആക്കും. അത് എസ്കേപ്പ് കൊടുത്തു കഴിയാൻ നേരത്ത് ഇപ്പൊ ഡയമെൻഷൻ ടൂൾ ആക്റ്റീവ് ആയിരിക്കുന്നത്. എസ്കേപ്പ് കൊടുക്കാൻ നേരത്ത് ഡയമെൻഷൻ ടൂളിൽ നിന്ന് ആക്റ്റീവ് ആയി. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഡോട്ടഡ് ലൈൻ ആക്കി. ഓക്കെ. എന്നിട്ട് എന്താണ് സർക്കിള്, ഞാൻ ഒരു 16 മാത്രമേ ഇടുന്നുള്ളൂ. സ്മാർട്ട് ഡയമെൻഷൻ ഇതിട്ടു, 16 ഇട്ടു. എന്നിട്ട് ഇവിടെ നിന്ന് ഫീച്ചർ എക്സ്ട്രൂഡ് കട്ട് അപ് ടു നെക്സ്റ്റ് കൊടുക്കുക. അപ് ടു നെക്സ്റ്റ് ഇവിടെ വരെ ഒരു കട്ട് ഇട്ടു. ഓക്കെ. ഇനി ആ കട്ടിനെ ഞാൻ പാറ്റേൺ ചെയ്യാൻ പോവാം. അത് സെലക്ട് ചെയ്തു, സർക്കുലർ പാറ്റേണിനകത്ത് പോയി ഡയറക്ഷൻ ആയിട്ട് ഞാൻ ഈ ഒരു സർക്കുലർ ഫേസ് സെലക്ട് ചെയ്തു, 360 ഡിഗ്രിക്കകത്ത് 4 ഈക്വൽ ആയിട്ട് പ്ലേസ് ചെയ്തു. കണ്ടോ? ഇത്രയും കഴിഞ്ഞപ്പം ഫ്ലാഞ്ച് 1ന്റെ പരിപാടി കഴിഞ്ഞു. ഇല്ല, ഇനി ഒരു ചെറിയ സാധനം ഉണ്ട്, ഒരു കീവേ ഉണ്ട്. നോക്കിയേ, ഇവിടെ കീവേ കാണുന്നുണ്ട്. കീവേ അതൊരു 55, ഇവിടെ നിന്ന് ഒരു 55ന്റെ കട്ട. അതിന്റെ തിക്നെസ് എത്ര വരും? ഈ ഫിഗർ നോക്കിയിട്ട് പറയാൻ പറ്റുമോ അതിന്റെ തിക്നെസ് എത്ര വരും? അല്ല, 5 എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റാ. ഏറ്റവും ഇവിടുന്ന് ഈ ഹോളിൽ നിന്ന് ഇതിന്റെ ഹൈറ്റ് 55, അതായത് 50 + 5. അതല്ലാതെ ഇതിന്റെ തിക്നെസ്, ഇതിന് ഇങ്ങനെ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അതെ ഇങ്ങനെ ഒരു തിക്നെസ് ഉണ്ടല്ലോ. 6 എവിടുന്നാ കിട്ടിയേ? ഇതാണോ 6 എടുത്തേ? അത് ഫ്ലാഞ്ച് 2ന്റെ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും തമ്മിലുള്ള എന്തോ. 10 ആക്ച്വലി 10 16 വരും കേട്ടോ. 10 എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റാ, ഇതിന്റെ ഡബിൾ ആണ് 10. ഈ 5 പിന്നെ ഒരു 5 കൂടി ഇരിക്കും, ടേപ്പർ കേവളൊക്കെ ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള. ഓക്കെ.
അപ്പം ബി ഫേസിലേക്ക് ചെയ്തു, സ്കെച്ച് കൊടുത്തു. ദേ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് അവിടെ ഡയമെൻഷൻ 55. ഇനി ഇവിടെ ഒരു ഇവിടെ ഒരു കട്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ ഞാൻ വരയ്ക്കുകയാണേ. ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇവിടെ വരെ വന്നു. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരച്ചു. ഈ ഡിസ്റ്റൻസ് ഇതിന്റെ ഈ മെറ്റീരിയൽ ഉള്ളതിന്റെ താഴത്തേക്ക് നിന്നാൽ മതി, എത്രയെങ്കിലും നിന്നാൽ മതി. അത് നമുക്കിപ്പോൾ ഒരു റെലവെന്റ് അല്ല വാല്യൂ. പിന്നെ ഈ വാല്യൂ നമുക്കറിയാം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ നമുക്കറിയാം. സെൻട്രൽ ലൈനിൽ എടുത്ത കാരണം എനിക്ക് ഡബിൾ, ഇങ്ങോട്ട് എടുത്താൽ ഡബിൾ കിട്ടും. നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 16 ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിനെ തന്നെ മിറർ ചെയ്യുകയാണേ. മിററിനകത്ത് പോയി ഇൻഡിറ്റീസ് മിറർ ആയിട്ട് 1 2 3 മിറർ അബൌട്ട് ഇത്. ഓക്കെ, അപ്പൊ നോക്കി ഇവിടം തൊട്ട് ഈ അറ്റം വരെ ഉള്ളത് 55 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീച്ചേഴ്സിനകത്ത് പോവാ, എക്സ്ട്രൂഡ് കട്ട് അപ് ടു നെക്സ്റ്റ്. ഓക്കെ, കണ്ടോ? ഇത്രയും കഴിഞ്ഞപ്പം ഇപ്പൊ പാർട്ടായി. ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു. ടോപ്പ് ഡൗൺ അപ്രോച്ചിനകത്ത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇന്റർഫേസ് മാറി. ശ്രദ്ധിച്ചോ, ഇന്റർഫേസ് മാറി. അസംബ്ലി ഇന്റർഫേസിനകത്ത് വന്നു. ഇവിടെ ഒരു ട്രാഫിക് ലൈറ്റ് പോലത്തെ സിമ്പിൾ കണ്ടോ? അതൊന്ന് റീബിൽഡ് ചെയ്യാനാണ്, ഒന്ന് റീഫ്രഷ് ചെയ്യാനാണ്. ഇവിടെ റീബിൽഡ് കണ്ടോ? അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ഒന്ന് റീബിൽഡ് ആയി. ഓക്കെ, ടോപ്പ് ഡൗൺ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഫിക്സ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണില്ല. പകരം മെയ്റ്റിനകത്ത് ഇൻപ്ലേസ് എന്ന് പറഞ്ഞൊരു മെയ്റ്റ് കാണും. ആ ഇൻപ്ലേസ് എന്ന് പറഞ്ഞൊരു മെയ്റ്റ് ഉള്ളതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഉള്ളതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എവിടെയാണോ വരച്ചത് അവിടെ തന്നെ ആ കമ്പോണന്റ് നിൽക്കും എന്നാണ് അർത്ഥം. ഓക്കെ, ഇല്ല പോയിട്ടില്ല, പോവാ, അടുത്ത പാർട്ടിലേക്ക് പോവാണ്. ഇൻസേർട്ട് ന്യൂ പാർട്ട്, ഈ ഒരു ഫ്രണ്ട് പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് പാർട്ട് 2 വന്നു. അതിനെ ഒന്ന് റീനെയിം ചെയ്ത് വെച്ചേക്കുക. റൈറ്റ് ക്ലിക്ക്, റീനെയിം പാർട്ട്. ഓക്കെ, റൈറ്റ് ക്ലിക്ക്, റീനെയിം പാർട്ട്, ഫ്ലാൻജ് 2 എന്ന് പേര് കൊടുത്തു. ആ പുതിയ പാർട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കത് ഇതൊന്ന് സപ്രസ് ചെയ്ത പോലെയായി, ഇന്റർഫേസ് മാറി. ഓക്കെ, ഇനി അടുത്ത പാർട്ട് നമ്മൾ ഈ പാർട്ട് വരച്ച പോലെ തന്നെ അടുത്ത പാർട്ട് വരയ്ക്കുക. കൺട്രോൾ 8 നോർമൽ 2 ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ മൗസിന്റെ കുഴപ്പമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ആ, ഇപ്പൊ എടുത്ത് ഇവിടെ ഫ്രണ്ട് പ്ലെയിനിലാണ് വരച്ചത്. ഫ്രണ്ട് പ്ലെയിനിലാണ് വരച്ചത്. അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഏത് പ്ലെയിനാണെന്ന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ട് വരയ്ക്കുന്ന സമയത്ത് അസംബ്ലിയിൽ നോക്കി ഈ പാർട്ട് ഇതുമായിട്ട് കോയിൻസിഡന്റ് ചെയ്തൊക്കെ ഇരിക്കുന്നത്. ഇത് ഈ ടോപ്പ് വരെയുണ്ട്, കണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് നമ്മുടെ നേരത്തെ മെയ്റ്റുകളില്ലേ, കോയിൻസിഡന്റ് മെയ്റ്റുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ മെയ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ പാർട്ടിന് നേരത്തെ പാർട്ടിന്റെ ഈ ഒരു എൻ പോയിന്റിന് എനിക്കൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ശ്രദ്ധിച്ചോ, ഞാൻ കെർസർ അങ്ങോട്ട് വന്നപ്പോൾ ഒരു കോയിൻസിഡന്റ് വന്നതുണ്ടോ? അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്കായിട്ട് തന്നെ വരച്ച് ഡയമെൻഷൻസ് കൊടുത്ത് റെഡിയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം കോയിൻസിഡന്റ് ആയിട്ടൊന്നും ഉപയോഗിക്കുന്നത്, ഞാൻ ഡയമെൻഷൻസ് കൊടുത്ത് തന്നെ ചെയ്യുവാണ് കേട്ടോ. ഈ പാർട്ട് ഒരുപാട് ഞാൻ വരച്ചേക്കണ കാരണം എനിക്ക് അത് നോക്കാതെ ഏറെക്കുറെ അറിയാം, അതുകൊണ്ടാണ് എനിക്ക് വരച്ചു വിട്ടത്. അങ്ങനെ ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം എടുത്ത് പറഞ്ഞു രണ്ടാമത്. ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ 50. ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെ 100 അല്ലേ? 100. ഏറെക്കുറെ ഡയമെൻഷൻസും കാണപ്പാടായി.
ഇത് 6. ഇവിടം തൊട്ട് ഇവിടം വരെ 180 തോന്നുന്നു. അല്ല, അല്ല, മറ്റേത് 75 ഇത് 100. മറ്റേത് 75 ഇത് 100. ഇത് 100, ഇത് 75. ഇങ്ങനെ വരും അല്ലേ? തിരിഞ്ഞു പോയോ? തിരിഞ്ഞു പോയി. ഇത് 75, ഇത് 100. ഇങ്ങനെയൊക്കെ വരാൻ നേരത്തുണ്ടല്ലോ, ഡിഫൈൻഡ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഡയമെൻഷൻ ടൂളിൽ നിന്ന് എക്സിറ്റ് ആയേ, ഡയമെൻഷൻ ടൂളിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഡ്രാഗ് ചെയ്ത് എസ്കേപ്പ് ചെയ്യാൻ കൊടുത്തായിരുന്നു. അപ്പോൾ ഡയമെൻഷൻ ടൂളിൽ എക്സിറ്റ് ആയിട്ട്, അതെ അതെ, ഓക്കെ. ഇനി ഇത് ഈ ഒരു ലൈൻ നമ്മുടെ വേർട്ടിക്കൽ, നമ്മുടെ ഒറിജിനുമായിട്ട് കോയിൻസിഡന്റ് ആയിട്ട് നിൽക്കണം. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 216. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഡബിൾ ആണ് ഞാൻ എടുക്കുന്നത്. ഡബിൾ സെൻട്രൽ ലൈനിൽ ആയതുകൊണ്ട് എനിക്ക് ഡബിൾ എടുക്കാം, ഇപ്പുറത്തേക്ക് മാറ്റിയാൽ മതി. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് 46. എനിക്ക് ഇത് വരച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ പോയി, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് അവിടെ ഇല്ല. 21 ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു സ്റ്റെപ്പ് അല്ല. അങ്ങനെ വരാൻ നേരത്തെ ഒന്നും പേടിക്കേണ്ട, ചുമ്മാ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് നിൽക്കാൻ മതി. ഈ ഡയമെൻഷൻ 21. പിന്നെ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ 80. എന്തോ ഒരു വിഷയം ഉണ്ടല്ലോ. അല്ലല്ല, 25 കോയിൻസിഡന്റ് കൊടുത്ത സ്ഥലം മാറിപ്പോയി, അതാണ് പറ്റിയത് കേട്ടോ. ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഈ കോയിൻസിഡന്റിനെ അങ്ങ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. കോയിൻസിഡന്റ് മാറി. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 80. ഓക്കെ. കോയിൻസിഡന്റ് ആക്ച്വലി ഈ ലൈനുമായിട്ടായിരുന്നു കോയിൻസിഡന്റ് ആവണ്ടേ. ഇതുമായിരുന്നു കോയിൻസിഡന്റ് ആവണ്ടത്. ഓക്കെ. പക്ഷെ എന്നാലൊരു കുഴപ്പമുണ്ട്, ഇത് ഇങ്ങനെ നിൽക്കേണ്ടതല്ല, ഇങ്ങോട്ട് കയറി നിൽക്കേണ്ട. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പാർട്ടിന്റെ ഡയമെൻഷൻ മാറിപ്പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇല്ല, കറക്റ്റ് അല്ല. നോക്കിയേ, ഇത് കണ്ട് ഇതിന്റെ റിവോൾവ് ചെയ്യാൻ നേരത്ത് നോക്കി, ഇതിന്റെ അകത്തുകൂടെ പോകും ഇല്ലേ? ഇതിന്റെ അകത്ത് ഇത്രയും പോർഷൻ അകത്തേക്ക് കയറിപ്പോയി. ഡിൽട്ടൺ, ഒരു കാര്യമുണ്ട്. കോയിൻസിഡന്റ് ചെയ്യുന്ന ആ ഫേസുമായിട്ടും അല്ല, ഈ രണ്ട് എഡ്ജുകൾ തമ്മിലാണ് കോയിൻസിഡന്റ് ആവേണ്ടത്. ഈ എഡ്ജും ഇതുമായിട്ടാണ് കോയിൻസിഡന്റ് ആവേണ്ടത് അല്ലേ? അത് രണ്ടും കൊളീനിയർ ആവണം, അപ്പോഴാണ് കറക്റ്റ് ആവുന്നത് കേട്ടോ. ആ, ഞാൻ വരച്ചു വന്നപ്പം ഈ ഒരു 75 ഞാൻ 100 കൊടുത്തെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു 75 ഞാൻ 100 കൊടുത്തു പോയി. അതുകൊണ്ട് ഇവിടെ അതുകൊണ്ട് ഇത് 100 കൊടുത്തേക്കുവാണേ. 100 അല്ല കൊടുത്തേക്കണേ, ഇനി വേറെ എന്തോ വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു, ഈ പാർട്ടിന് എക്സിറ്റ് ചെയ്യുന്നു. ഫ്ലാഞ്ച് 2 അവിടെ നിൽക്കുക. എനിക്ക് അതിനെ ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. എനിക്ക് ഇതിന്റെ ഡയമെൻഷൻ മാറ്റണ്ടേ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് പാർട്ട് കൊടുക്കുക. എഡിറ്റ് പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ പാർട്ട് അവിടെ നിന്നു. ഈ പാർട്ടിനെ ഞാൻ എഡിറ്റ് ചെയ്യുക. ആദ്യം വരച്ച ഫ്ലാഞ്ച് 1നെ ആ സ്കെച്ചിൽ നോക്കി ഞാൻ വാല്യൂ മാറ്റാൻ മറന്നുപോയി. 97.78 ചുമ്മാ കിടക്കണമെന്നുണ്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് 75 ആക്കുവാണേ. 75 ആക്കി കഴിഞ്ഞിട്ട് ആ ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് റീബിൽഡ് കൊടുക്കുക. ഓക്കെ. ഇല്ല, എക്സിറ്റ് ചെയ്തു. എന്നിട്ട് ഫ്ലാഞ്ച് 2നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് പാർട്ട് കൊടുക്കുക. ഇനി ഫ്ലാഞ്ച് 2ലേക്ക് നമ്മൾ തിരിച്ചു വന്ന് അതിൽ വർക്ക് ചെയ്യുക. എഡിറ്റ് സ്കെച്ച് കൊടുത്തു. ഇനി ഇത്രയും കഴിഞ്ഞിട്ട് നമ്മുടെ 100 എന്നുള്ളത് 75 മാറ്റി. അപ്പം കറക്റ്റ് ആയിട്ട് അവിടെ നിന്നു. മറ്റേ മെയിൽ പാർട്ട് ഫീമെയിൽ പാർട്ട് തമ്മിൽ ഒരു 1 mm ഗ്യാപ്പ് അല്ലേ? ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 6, ഹോളിന് 6, ഈ പ്രൊജക്ഷൻ 5. അപ്പൊ ഒരു 1 mm ഗ്യാപ്പ് അവിടെ വരുമല്ലോ. ആ ഗ്യാപ്പ് കറക്റ്റ് ആയിട്ട് ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്.
ഇനി ഇതിനെ റിവോൾവ് ചെയ്യുക, റിവോൾവ് അറൌണ്ട് ദിസ് ആക്സിസ്, ഈ ആക്സിസിനെ പോലെ റിവോൾവ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഫേസ് സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. ഇവിടെ ഒരു ഇല്ല, രണ്ട് പാർട്ടല്ലേ. രണ്ട് പാർട്ടാണെങ്കിൽ പോവില്ല, പോവില്ല. ഇത് നമ്മൾ സെപ്പറേറ്റ് തന്നെ ഹോൾ ഇടണം. ഓക്കെ, അത് ഒരൊറ്റ പാർട്ടായിരുന്നെങ്കിൽ ത്രൂ ഹോളിലേ പോവുള്ളൂ, അങ്ങനെ ത്രൂ ഹോളിൽ പൊക്കോളൂ. ഇതിനെ കട്ട് ചെയ്ത് ഇതിൽ നിന്ന് പാറ്റേൺ ചെയ്യുക, സർക്കുലർ പാറ്റേൺ അബൌട്ട് ദിസ് ആക്സിസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫ്ലാഞ്ച് ഇതിന് 90 ഡിഗ്രി ഓഫ്സെറ്റ് ആയിട്ടായിരിക്കുന്നത്. അതായത് ഈ ഫേസ് സെലക്ട് ചെയ്തു, സ്കെച്ച് കൊടുത്തു, ഇവിടെയാണ് ഇരിക്കുന്നത്. 55 മാറിയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അവിടെയും 16. ഈ ഡിസ്റ്റൻസ് എത്ര വേണേ ആയിക്കോട്ടെ, നമുക്കത് കൺസേൺ അല്ല. ഇതിന്റെ പുറത്തേക്ക് നിൽക്കണമെന്നേ ഉള്ളൂ അല്ലേ. മിറർ എൻറ്റിറ്റീസ് ടു മിറർ ആയിട്ട് 1, 2, 3 മിറർ അബൌട്ട് ഇത്. ഓക്കെ, ഫീച്ചർ എക്സ്ട്രൂഡ് കട്ട് അപ് ടു നെക്സ്റ്റ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞപ്പം സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു, എക്സിറ്റ്. അങ്ങനെ രണ്ട് പാർട്ടായി. ഓക്കെ, ഒന്ന് റീബിൽഡ് കൊടുക്കുവാണേ. ഇനി അതിന് നടുക്കൂടുള്ള ഒരു ഷാഫ്റ്റ് വേണം. അതിനും ഇതേപോലെ തന്നെ ഇൻസേർട്ടിനകത്ത് പോവുക, ന്യൂ പാർട്ട് കൊടുക്കുക, ഈ ഒരു സെന്റർ ഫേസ് സെലക്ട് ചെയ്തു. ഇതിന്റെ പേര് വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് റീനെയിം കൊടുക്കുക. ഞാൻ അതിന് ഷാഫ്റ്റ് നിന്ന് പേര് കൊടുത്തു. ഓക്കെ, മറ്റേ രണ്ട് പാർട്ട് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഒരു കുഴപ്പമില്ല, ഒരു ശല്യമില്ല. ഇനി ശല്യമൊക്കെ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ ഈ ട്രീക്കകത്ത് പോയിട്ട് ആ പാർട്ടിൽ നിന്ന് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഷാഫ്റ്റിന്റെ ഡയ നമുക്കിപ്പോൾ അറിയാം എത്രയാ, 50 ഡയ. ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ 50. ഷാഫ്റ്റിന്റെ ലെങ്ത് ഞാൻ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ഒരു 150ഉം ഫുൾ ഒരു 300 അങ്ങ് എടുക്കുക. ഓക്കെ, ഫുള്ളി ഡിഫൈൻ ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് ഫീച്ചർ റിവോൾവ്, ഈ ആക്സിസിനെ പോയിട്ട് റിവോൾവ്. ഓക്കെ അല്ലേ. ഇനി ഒരു സാധനം കൂടി, രണ്ട് സാധനം കൂടി ഇതിന് കൊടുക്കാനുണ്ട്. ഇത് ആ കീവേ പോകാനുള്ള ഒരു സ്പേസ്, ഒരു കീവേക്കുള്ള ഒരു കട്ട്, അത് നമുക്ക് കൊടുക്കാം. അത് കൊടുക്കാൻ നേരത്ത് ഇവിടെ കീക്ക് മാത്രമേ ഉള്ളൂ ആ ചാമ്പർ. നമുക്ക് ഷാഫ്റ്റിൽ വരുന്ന ആ ഒരു സ്ലോട്ട് ചാമ്പർ അല്ല, ഡയറക്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലെങ്ത് കീവേയുടെ ലെങ്തിനേക്കാളും കുറച്ച് കൂടുതലിടണം. ഇതിപ്പം 90 ആണ് കീവേയുടെ ലെങ്ത്, അതിനേക്കാളും കുറച്ച് കൂടുതൽ, ഒരു 100 അങ്ങ് ഇടുക. അപ്പോ ഈ നടുക്ക് ഈ ഒരു ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഒരു വെറുതെ റെക്ടാങ്കിൾ ഇങ്ങോട്ട് വരയ്ക്കുക. ആ റെക്ടാങ്കിൾ വരയ്ക്കുന്നത് ഒരു സെന്റർ ലൈനിൽ വരച്ചിട്ട്. ആ പറഞ്ഞു. പാർട്ട് 2 ഷാഫ്റ്റ് പാർട്ട് 3, മൂന്നാമത്തെ പാർട്ട്. ഓക്കെ, അതിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് 90നേക്കാളും കൂടുതലായിരിക്കണം, 100. പിന്നെ ഈ ഒരു പോയിന്റ്, ഈ ലൈനും സെന്ററും കോയിൻസിഡന്റ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ്,
അതിന്റെ മാക്സിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 10 ആയിരിക്കണം. 10 ആയിരിക്കണം. പിന്നെ നമുക്ക് വേണ്ട എന്താ? ദി സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് അത് നമുക്ക് ഓൾറെഡി അറിയാം, 55 ആയിരിക്കണം. 55 ആക്ച്വലി അവിടെ നിന്നുള്ളതല്ല, ദി എൻ ഡി എന്നുള്ളതാണ്. ദി എൻ ഡി എന്നുള്ളതാണ് 55. ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് 55 ആയിരിക്കണം. നോക്കിയാൽ കറക്റ്റ് ആ ഒരു സ്ലോട്ടുമായിട്ട് അഡ്ജസ്റ്റ്, ആ സ്ലോട്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നതുണ്ടോ? ഇനി അതിന് നമ്മൾ ഫീച്ചേഴ്സിനകത്ത് പോവാ. എക്സ്ട്രൂഡ് കട്ട്, ഒരു മിഡ് പ്ലെയിൻ ഇട്ടിട്ട് 16 ലെങ്ത് കൊടുക്കുവാണ്. കട്ട് നോക്കിയേ, ആ അതിന്റെ ഒരു സ്ലോട്ട് വന്നുണ്ടോ? ഇവിടെയാണ് കീ വന്നിരിക്കാൻ പോകുന്ന പൊസിഷൻ. അത് തന്നെ ഇവിടെയും വേണം, ഇവിടെയും വേണം. അപ്പോൾ ഇതിന് സെലക്ട് ചെയ്തത് റൈറ്റ് പ്ലെയിൻ ആയിരുന്നു, ഫ്രണ്ട് പ്ലെയിൻ ആയിരുന്നു. ഇനി ഇതിനു വേണ്ടി ടോപ്പ് പ്ലെയിൻ സെലക്ട് ചെയ്യുക. ടോപ്പ് പ്ലെയിൻ സെലക്ട് ചെയ്ത് സ്കെച്ച് ഇതേപോലെ തന്നെ ഇവിടെ വരച്ചു കൊടുക്കുക. വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. അതിന്റെ ലെങ്ത് 100, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് കോയിൻസിഡൻസ്, ഇതിന്റെ എൻഡിൽ നിന്ന് ഇവിടം വരെ ഉള്ളത് 55, ഈ ഡിസ്റ്റൻസ് 10. ഓക്കെ, ഫീച്ചർ എക്സ്ട്രൂഡ് കട്ട്, മിഡ് പ്ലെയിൻ 16 ഇട്ടു, ഓക്കെ കൊടുത്തു. ആ ഒരു കീവേയും കട്ടായി. ഇത്രയും കഴിഞ്ഞിട്ട് ഞാൻ എക്സിറ്റ് കൊടുക്കുക. ഷാഫ്റ്റും കഴിഞ്ഞു, എക്സിറ്റ്. നോക്കിയേ, ആ 3 പാർട്ട് ആയി. ഇപ്പം ഇനി ഇതേപോലെ ആ നട്ടും ബോൾട്ടും വെച്ചിട്ട് ഡെൽറ്റ ഒന്ന് ട്രൈ ചെയ്യണേ. ഡെൽറ്റ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഹലോ, ഓക്കെ. ഇത്രയും കഴിഞ്ഞിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു. ഒന്ന് റീബിൽഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയായി. ചെയ്തത് മനസ്സിലായോ? ചെയ്തിരിക്കുന്നത് മനസ്സിലായോ? ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇനി ഇതിനകത്തെ കീവേ നമുക്ക് ഈ അപ്രോച്ചിൽ വേണ്ട, മറ്റേ അപ്രോച്ചിൽ ചെയ്യാം. കാരണം കീവേക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? അല്ല, അസംബ്ലിയുടെ ക്ലാസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരുപാട് പാർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ് ആവും ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച്. കാരണം ഇനി ഞാനൊരു പുതിയ പാർട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോ തന്നെ നോക്കിയോ, ഇത് മൊത്തത്തിലൊരു ജഗപുകയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ശീലമായി കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമില്ല. പക്ഷെ തുടക്കത്തിൽ അത് ഇച്ചിരി പാടായിരിക്കും അങ്ങനെ വരയ്ക്കാൻ. ഓക്കെ, എന്തോ ഞാൻ കാണിച്ചു തരാം. ഇൻസേർട്ട് ന്യൂ പാർട്ട് ഇത് കൊടുത്തപ്പോൾ ഇവിടെ പാർട്ട് 5 വന്നു. ഞാൻ എക്സിറ്റ് സ്കെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിവിടെ എക്സിറ്റ് സ്കെച്ച് കൊടുത്തു, എക്സിറ്റ് പാർട്ട് കൊടുത്തു. എക്സിറ്റ് പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ട് 5 അവിടെ ചുമ്മാ വന്ന് കിടക്കും, ഒന്നുമില്ല പാർട്ട് 5-നകത്ത്. കണ്ടോ? ആ പാർട്ട് 5 റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു. ഇല്ല ഇല്ല ഇല്ല, അവിടെ കിടക്കും. മറ്റേ സ്കെച്ച് ഒന്നും കിടക്കാ, സ്കെച്ച് പോവുമായിരുന്നു. അങ്ങനെ വരില്ല. അപ്പൊ ഒരു രീതി കിട്ടിയല്ലോ. ഓക്കെ, ഞാൻ ഇത്ര സാധനം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ